ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ആരാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു റീഡിങ് ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാതിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമുക്കിവിടെ മാസ്റ്റർ കാർഡ് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് ആരാണ് ഇപ്പോൾ നിങ്ങളെ കുറിച്ച് അമിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ദ ഫുൾ കാർഡാണ്. ദ ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ആൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം പോലെ കടന്നു വന്ന ഒരാളായിരിക്കും. അവർക്ക് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഒരു സ്പാർക്ക് അടിച്ചു എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ വളരെ കുട്ടിത്തമുള്ള സ്വഭാവക്കാരായിരിക്കാം, ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഒരു കുട്ടിത്തവും ആവേശവും ഒക്കെ നിറയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു ഗോ വിത്ത് ഫ്ലോ എന്ന രീതിയിൽ വരുന്നോടത്ത് വെച്ച് കാണാം എന്ന രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ആ ഒരു വ്യക്തിയെ. ഫസ്റ്റ് കാർഡിൽ തന്നെ നമുക്ക് ആ വ്യക്തിയെ കുറിച്ചുള്ള വളരെയധികമായ ഹിന്റുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് പേജ് ഓഫ് സോഡ്സ് ആണ്. അവര് നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി അറിയാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഏറ്റവും ചെറിയ കാര്യങ്ങൾ വരെ അവർ ശ്രദ്ധിക്കുന്നു എന്നാണ് സാരം. അപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്, എന്താണ് സംസാരിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടം, ഇതെല്ലാം തന്നെ നോക്കി കാണുകയാണ് അവർ ഒരു കൗതുകത്തോടെ. ഇതെല്ലാം തന്നെ ഒത്തിരി ഒരു കൗതുകത്തോടെയാണ് അവർ നോക്കി കാണുന്നത്. അപ്പം എനിക്ക് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന ഒരു ചിന്തയിലാണ് അവർ ഈ ഒരു പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പേജ് ഓഫ് സോഡ്സിലൂടെ നമുക്കതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു സമയത്ത് അവരെപ്പോഴും തന്നെ അവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരാനും എങ്ങനെ വരണമെന്നും, അതായത് പ്രപ്പോസ് എങ്ങനെ ചെയ്യണമെന്നും ഒക്കെ, ഇനി ഒരു മെസ്സേജ് അയച്ചിട്ടാലോ അല്ലെങ്കിൽ ഒരു കോള് വിളിച്ച് സംസാരിച്ചാലോ എന്നിങ്ങനെയുള്ള രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ടുള്ള എനർജീസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് കൂടുതൽ അടുക്കണമെന്നാണ് അവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു മെസ്സേജ്, ഒരു കോളൊക്കെ നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനും ഒക്കെയുള്ള ചാൻസ് ആണ്. ചിലപ്പോൾ മെസ്സേജ് അയക്കാൻ അല്ലെങ്കിൽ കോളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പ്രപ്പോസ് ചെയ്യാനൊക്കെ ഇവര് ഒരു സാധ്യത നമ്മളിവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൺ, നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് കുറെ നാളുകൾക്ക് മുന്നേ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം. അന്ന് നിങ്ങൾ തമ്മിൽ വലിയ റിലേഷൻ ഒന്നുമില്ല എങ്കിലും അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് ഒരു ഫ്രണ്ടോ, ഒരു കോമൺ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെയോ മറ്റൊരാളുടെയോ ഒരു കോമൺ ഫ്രണ്ട്, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം, സ്കൂളിൽ പഠിച്ചവരോ, അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പേഴ്സൺ തന്നെയായിരിക്കാം. പക്ഷെ നിങ്ങൾ ഒട്ടും തന്നെ ഈ ഒരു വ്യക്തിയാണ് എന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് ഒരു ക്രഷ് ഉള്ളത്, ഒരു സ്പാർക്ക് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് കഴിയാത്ത തരത്തിൽ ഉള്ള ഒരു പേഴ്സൺ എന്ന് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഇവര് ഈ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പോലും ഒരു ധൃതിയിൽ എടുത്തു ചാടി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു നോ പറഞ്ഞാൽ അത് അവർക്ക് താങ്ങാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ലോലി നിങ്ങളിലേക്ക് വരാം എന്നവർ ചിന്തിക്കുകയാണ്. സാവധാനം ഒന്ന് അപ്രോച്ച് ഒക്കെ ചെയ്ത്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്ത്, ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ട് എന്നൊക്കെ ഒന്ന് അറിയിച്ചതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ മിങ്കിളായി നിങ്ങളിലേക്ക് വരാം എന്നവർ ചിന്തിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു സ്ഥിരത വേണം എന്നും അവർ വിചാരിക്കുന്നുണ്ട്. അപ്പം ഇവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു സ്ഥിരത കൊണ്ടുവരാനായിട്ട് പലപ്പോഴും ഇവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ നൈറ്റ് ഓഫ് സോഡ്സിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം തന്നെ
ഇനി കുറച്ച് താമസിച്ച് നിങ്ങളിലേക്ക് വന്നാൽ മതി, കുറച്ച് സമയം എടുക്കണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന അടുത്ത നിമിഷം തന്നെ അവരുടെ എനർജി ചേഞ്ച് ആവുന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇല്ല, ഇനി താമസിക്കാനാവില്ല, ഇപ്പോൾ തന്നെ മുന്നോട്ട് പോകണം എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നു. അപ്പൊ രണ്ട് രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു രീതി ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണം, പ്രപ്പോസ് ചെയ്യണം, അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു റിലേഷനിലേക്ക് പോകണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ ഒരു സെയിം ടൈമിൽ ഇനി പെട്ടെന്ന് തന്നെ ചെന്നൊരു നോ കേട്ട് എനിക്ക് പിന്നെയും തിരിച്ചടിച്ച് വരാനുള്ള ഒരു ശക്തിയില്ല, അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ എടുത്ത് അവർക്കൊന്ന് നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ ഒന്ന് ഇഷ്ടപ്പെടുത്തിയതിന് ശേഷം പ്രപ്പോസ് ചെയ്യാം എന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞാലോ എന്ന് അവർ ചിന്തിക്കുന്നു. ഇങ്ങനെ രണ്ട് രീതിയിൽ അവർ ചിന്തിക്കുന്നു. അപ്പം അവരുടെ ഉള്ളിൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് നടക്കുന്നത്. അതായത് വളരെ ധൈര്യവും കോൺഫിഡൻസും അവർക്കുണ്ട്, അതുകൊണ്ട് നിങ്ങളിലേക്ക് ഓടി വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുമായിട്ട് മിങ്കിളാകാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ഇതും പിന്നെ ക്ഷമയോടുകൂടി തന്നെ ഇരിക്കുക, എന്നിട്ട് കോൺസ്റ്റന്റ് ആയി ഈ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുക, എന്നിട്ട് നമ്മൾ നേടിയെടുക്കുക, സ്റ്റഡി ആയിട്ടിരിക്കുക. ആ ഒരു കാര്യം കൂടി, ഈ രണ്ട് ക്ഷമയും ധൈര്യവും തമ്മിൽ പോരാടുകയാണ് അവരുടെ മനസ്സിനുള്ളിൽ എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. പിന്നെ വരുന്നത് കിങ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അവരുടെ ഹൃദയം ഒരു സ്നേഹവും കരുതലും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് എന്നാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നിങ്ങളെ കാണുമ്പോൾ ഇവരോട് ഞാൻ എൻ്റെ മനസ്സിലെ ഒരു സ്നേഹം തുറന്ന് പറയണമെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അവരത് തുറന്ന് പ്രകടിപ്പിക്കാതെ നിയന്ത്രിച്ചിങ്ങനെ നിർത്തുകയാണ്, പുറത്ത് കാണിക്കാതെ ഉള്ളിൽ പിടിച്ചു വെക്കുന്നു, ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന എനർജി. കാരണം ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, അങ്ങനെ പറഞ്ഞാൽ ഒരു നോ പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. അതുകൊണ്ടൊക്കെ തന്നെ അവരത് ഇങ്ങനെ പിടിച്ചു വെച്ച് നിർത്തുന്ന ഒരു എനർജിയാണ്. ഒത്തിരി സ്നേഹം അവർക്ക് മനസ്സിലുണ്ടെങ്കിലും അവരത് പിടിച്ചു വെച്ച് നിർത്തി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വരുന്നത് 10 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നത് ഒരു അട്രാക്ഷന്റെ പുറത്തോ അങ്ങനെയൊന്നുമല്ല എന്നാണ് കാണാൻ. അവർ നിങ്ങളെക്കുറിച്ച് ഒത്തിരി സ്നേഹത്തോടെ ചിന്തിക്കുന്നുണ്ട്. അത് വെറും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കൊണ്ടല്ല, അവർ നിങ്ങളുടെ കൂടെ സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ്, ഒരു ഫ്യൂച്ചർ ഉണ്ടാകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ എൻ്റെ സ്വപ്നത്തിലെ സന്തോഷ ജീവിതം എന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ പതിഞ്ഞു ഇരിക്കുന്നത്. അല്ലാതെ ഒരു തമാശയ്ക്ക് വേണ്ടി ഒരു രസം എന്ന രീതിയിൽ ഉള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്കില്ല. പ്രണയം എന്നാൽ ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഒരുമിച്ചുണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ആ ഒരു രീതിയിലുള്ള ഒരു ഇത് മാത്രമാണ് ഈ നിങ്ങളെക്കുറിച്ച് ഈ അമിതമായിട്ട് ചിന്തിക്കുന്ന ഈ ഒരു പേഴ്സൺ ഉള്ളത്. അവർക്കൊരു ഒരു കോൺസെപ്റ്റ് അതാണ് എന്നുള്ളതാണ്. അവർക്കൊരു തമാശയായിട്ട് കണ്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ആ ഒരു ഒരു ആവേശം എടുത്തു കഴിയുമ്പോൾ, ആവേശം കുറഞ്ഞു കഴിയുമ്പോൾ വിട്ടിട്ട് പോകുന്ന ആ ഒരു ടൈപ്പ് ആൾക്കാരല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വരുന്നത് 2 ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു കാർഡാണ്. എന്നാൽ അവർക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളോട് അമിതമായ ഒരു സ്നേഹമുണ്ട്, അമിതമായി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും അവർക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. ഭയങ്കര സ്ട്രഗിൾസ്, അതായത് ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാം, വ്യക്തിപരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം, എല്ലാം അവർ ഫേസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത്. എങ്കിലും അവരുടെ മനസ്സ് നിങ്ങളിലേക്കാണ് എപ്പോഴും തിരിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം അവർ പ്രവൃത്തി ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ അവരായിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു പ്രസന്റ് ആയിട്ട് നല്ല രീതിയിൽ ഇത് കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് ഈസ് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവിടെ ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു പേഴ്സൺ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ, ഞാൻ ഈ പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങളുടെ ബന്ധങ്ങളും വെച്ചിട്ട് ആ ഒരു പേഴ്സൺ ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളുമായിട്ട് അടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവരത് സെക്യൂർ ആയിട്ട് പിടിച്ചു പറ്റും എന്നുള്ളതാണ്. പുതിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഇതൊക്കെ തുടങ്ങുമ്പോൾ അവര് അത് വളരെ സീരിയസും അതുപോലെ തന്നെ കമ്മിറ്റഡും ആയിരിക്കും ആ ഒരു കാര്യത്തിലേക്ക്. അത്തരത്തിൽ ഉള്ള എനർജി ഉള്ള വ്യക്തിയാണ്. അവരെ നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്കൊപ്പമുള്ള ഒരു പുതിയ തുടക്കം വേണം, ഒരു ഉറച്ച സ്ഥിരതയുള്ള സത്യസന്ധമായ ഒരു തുടക്കം ഉണ്ടാകണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള വഴികൾ താൻ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നുമാണ് അവർ മനസ്സിൽ ചിന്തിക്കുന്നത് എന്നുള്ള എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നത് പുതിയതായി നിങ്ങളിലേക്ക് വന്ന ഒരാളാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പണ്ട് നിങ്ങൾക്ക്, അല്ലാതെ പാസ്റ്റിൽ നിങ്ങൾക്ക് അറിയാവുന്ന, കാഷ്വൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഏതോ കാഷ്വൽ ആയിട്ട് ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു സിസ്റ്ററിന്റെ ബ്രദറോ
അല്ലെങ്കിൽ ബ്രദറിന്റെ സിസ്റ്ററോ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ വരുമല്ലോ. നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ ഒരു ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരു സിസ്റ്റർ ആകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ചിലപ്പോൾ ബ്രദർ ആയിരിക്കാം, ഈ പറഞ്ഞ വ്യക്തിയുടെ, നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്ന വ്യക്തിയുടെ ബ്രദർ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലും നമ്മൾക്ക് ഈ ഒരു വ്യക്തി ആയിരിക്കാം എന്നെ കുറിച്ച് അമിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഒരു രീതിയിലും തോന്നാത്ത ഒരു പേഴ്സൺ, അതാകാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരാളാകാനും, പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വന്ന ഒരു പുതിയ സ്ഥലത്ത് പുതിയൊരാൾ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുമായിട്ട് ചങ്ങാത്തം കൂടിയ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വന്ന ഒരു വ്യക്തിയാകാനും ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ചൈൽഡിഷ് ആണ് എന്നുള്ളതാണ്. ഒരു വ്യക്തി വളരെ കുട്ടിത്തം നിറഞ്ഞ ഒരു സംസാരം, വർത്തമാനം, പ്രകൃതം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ പല കാര്യങ്ങളിലും ചിലരൊക്കെ ഭയങ്കര രീതിയിൽ ടെൻഷൻ അടിക്കും. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഇനി നെക്സ്റ്റ് ഇതിങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ടെൻഷനും ഇല്ലാത്തൊരു വ്യക്തിയാണ്. വളരെ കാമായിട്ട് ഗോ വിത്ത് ഫ്ലോ എന്ന രീതിയിൽ കാര്യങ്ങൾ സമീപിക്കുന്ന വ്യക്തിയാണ് എന്നാണ് കാണുന്നത്. അതായത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറെ ആളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഹറിബറിയായിട്ട് അയ്യോ അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹറിബറി എടുക്കുന്ന ടൈമിൽ ഈ ഒരു വ്യക്തിയെ നോക്കുകയാണെങ്കിൽ ഇവർ വളരെ കാമായിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. സ്വഭാവത്തിൽ എല്ലാറ്റിനോടും ഒരു ക്യൂരിയോസിറ്റി കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ അല്പം ഒരു നോയ്സി ആയിട്ടായിരിക്കും അവർ സംസാരിക്കുക, ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ അതൊരു കൗതുകം കൊണ്ടാണ് അവരങ്ങനെ എപ്പോഴും നോയ്സി ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഒരു തമാശക്കൊക്കെ പറയാറില്ലേ കൗതുകം ലേശം കൂടുതലാണെന്ന്, അത്തരത്തിലുള്ള ഒരു മൂഡാണ് ഇവർക്കുള്ളത്. അപ്പോൾ പക്ഷെ ഇങ്ങനെ ഒരു വ്യക്തി ഗോ വിത്ത് ഫ്ലോ എന്ന രീതിയിൽ പോകുന്ന ഒരു വ്യക്തി ആണെങ്കിൽ കൂടിയും നല്ലൊരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, ഉത്തരവാദിത്തങ്ങൾ വളരെ സീരിയസ് ആയി കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അവർ സ്ലോ ആയിട്ട് ചെയ്യും, കാമായിട്ട് ചെയ്യും, പക്ഷെ സ്റ്റഡി ആയിട്ട് ചെയ്യും. എന്നിട്ട് അവർ സക്സസിലേക്ക് എത്തും. അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ആണ് അവർക്കുള്ളത്. ഇതൊക്കെയാണ് ഈ ഒരു പേഴ്സണെ കുറിച്ച് നമുക്ക് നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ആ അമിതമായി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയെ ആരാണ് എന്ന് പിടികിട്ടിയെങ്കിൽ ജസ്റ്റ് ആ പേരൊന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കമന്റിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്ലൂ വരുന്നത് മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ് എന്നാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡിലെ കവിളിൽ മറുകുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് ഈ പേഴ്സണെ വിശ്വസിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ 777 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ, ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1988 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഇട്ടിട്ടുണ്ടാകും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം. 1986 എന്ന് പറയുന്ന ഒരു വർഷം വരുന്നുണ്ട്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 48 hours എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പം ഒരു 48 hours നിങ്ങളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരാനുള്ള ഒരു ചാൻസ് ഞാനിവിടെ കാണുന്നുണ്ട്. നമ്പർ 21 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ പി നമുക്ക് കിട്ടുന്നു. ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഹെയർ, നീളമുള്ള ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. സോഷ്യൽ വർക്കർ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ കൈൻഡ്നസ്, നല്ല ദയുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 23 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 1986, നമ്പർ 50, നമ്പർ 43, ഓക്കെ, നമ്പർ 25, ബ്ലൂ കളർ, കണ്ണൂർ ജില്ല, കണ്ണൂർ ഡിസ്ട്രിക്റ്റ് എന്നുള്ള ആളുകളാകാൻ ചാൻസ് ഉണ്ട്. 1988 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നു. ലൈഫ് ചേഞ്ച്, ലൈഫിൽ ഇനി മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ്. മലപ്പുറം ജില്ല. അതുപോലെ എക്സ്പെക്ട് മിറാക്കിൾസ്, ഒരു അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. അതുപോലെ ഒക്ടോബർ മന്ത് വരുന്നു. 2005 എന്ന് പറയുന്നൊരു വർഷം വരുന്നില്ല. ലെറ്റർ ഇ, നമ്പർ 47, റെയിൻബോ സയൻസും ഒരു മാറ്റത്തിന്റെ സയൻസ് ആണ്. ലെറ്റർ ബി, ലെറ്റർ യു, ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 53, അക്കൗണ്ടന്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം വരുന്നു.
അതുപോലെ ലെറ്റർ ആർ, നമ്പർ 28, നമ്പർ 54. കുക്കിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. മ്യൂസിക്, ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നല്ല പാട്ട് പാടുന്ന ആളുകളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഉള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.